ടീം യങ്സ്റ്റേഴ്സിന്റെ നേതൃത്വത്തിൽ വിദ്യാർത്ഥികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. കൂടാതെ SLC+2 മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ചടങ്ങിൽ ആദരിക്കുകയും ചെയ്തു. വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ ഉദ്ഘാടനം ചെയ്തു. ടീം യങ്സ്റ്റേഴ്സിന്റെ ആഭിമുഖ്യത്തിൽ വാരപ്പെട്ടി ഇഞ്ചൂരിൽ വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും SLC+2 പരീക്ഷയിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിക്കുന്ന ചടങ്ങും നടന്നു. ക്ലബ്ബ് പ്രസിഡന്റ് അജാസ് സീറക്കൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ജഗന്നിവാസ മോട്ടോഴ്സിനു വേണ്ടി അനന്തദർശൻ സ്പോൺസർ ചെയ്ത 5 പഠന കിറ്റുകളും മറ്റു സുമനസുകളുടെ സഹായം കൊണ്ട് നിരവധി വിദ്യാർത്ഥികൾക്കുള്ള പഠനോപകരണ വിതരണവും വാരപ്പെട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ നിർവഹിച്ചു. നിരവധിയായ വിഷയങ്ങളാണ് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മുടെ പഞ്ചായത്തിലും നമ്മുടെ നാട്ടിലും നമ്മുടെ ദേശത്തുമൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ കഴിഞ്ഞ 2-3 ദിവസങ്ങളായി ദൃശ്യമാധ്യമങ്ങളും പത്രങ്ങളും നിങ്ങൾ ഏതെങ്കിലും വായിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ മക്കൾ വായിക്കണം. പത്രം വായിക്കാതെ ഇരിക്കരുത്. ഒരു ദിവസം 1-2 പത്രം എങ്കിലും ചുരുങ്ങിയത് വായിക്കാൻ, പ്രത്യേകിച്ച് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ വായിച്ചേ പറ്റൂ. നമ്മുടെ 6 ലൈബ്രറികൾ നമ്മുടെ പഞ്ചായത്തിലുണ്ട്. 6 ലൈബ്രറികൾക്കും പത്രവിതരണത്തിന് വേണ്ടി പഞ്ചായത്ത് പൈസ നൽകുന്നുണ്ട്. ആ പത്രം വായിച്ച് നമ്മുടെ മെമ്പർഷിപ്പ് എടുത്ത് പത്രം വായിച്ച് ആനുകാലികമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താണെന്ന് പഠിക്കേണ്ട ചുമതല പഠിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾക്കുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമുക്ക് കാണാൻ കഴിഞ്ഞത് അത്ഭുതകരമായ സംഭവങ്ങളാണ്. കേൾക്കാൻ പറ്റാത്ത, കാണാൻ പറ്റാത്ത, അല്ലെങ്കിൽ അറിയാൻ പറ്റാത്ത കാര്യങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ TV-യിൽ ഉണ്ടായ ന്യൂസ് നമുക്കറിയാം. 7 വയസ്സുള്ള കുഞ്ഞിനെ സ്വന്തം അച്ഛൻ ലഹരിയുടെ അടിമയായി ആ കൊച്ചിനെ ആക്രമിക്കുന്ന ദൃശ്യമാണ്. SLC+2 പരീക്ഷകളിൽ മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികളെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി മെമന്റോ നൽകി ആദരിച്ചു. ക്ലബ്ബ് ട്രഷറർ ആബിദ് ഇബ്രാഹിം സ്വാഗതം പറഞ്ഞു. വാർഡ് മെമ്പർ ദീപ ഷാജു, ക്ലബ്ബ് രക്ഷാധികാരി അൻസാർ പഴമ്പിള്ളി, ക്ലബ്ബ് വൈസ് പ്രസിഡന്റ് മീരാൻ കുഞ്ഞ്, സെക്രട്ടറി ലിൻഡോ ജോർജ്, ചാരിറ്റി കോർഡിനേറ്റർ അഷ്കർ അലി, ക്ലബ്ബ് ജോയിന്റ് സെക്രട്ടറി പ്രവീൺ VN തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ഡെസ്ക്, കോതമംഗലം.